കേറി വാ ശരത്തെ. ഹായ്. വാ ശരത്തെ, ആ ഇരിക്ക്. ശരത്തിന് എന്താ കുടിക്കാൻ? ചായയോ കാപ്പിയോ അതോ തണുത്ത എന്തെങ്കിലോ? ഒന്നും വേണ്ട. പിന്നെ ഇത്ര വട്ടം നിന്നെ കാണാൻ പറ്റുമോ ഞാൻ വിചാരിച്ചില്ല. ആ അത് പിന്നെ അതുപോലൊരു കാര്യമല്ലോ ശരത്ത് ഇന്നലെ വിളിച്ച് പറഞ്ഞേ. അപ്പൊ പിന്നെ ഞാനും വിചാരിച്ച് പെട്ടെന്ന് അങ്ങ് കാണാന്ന്. അതാ ഞാൻ വേഗം വിളിച്ചേ. ഹസ്ബൻഡോട് പോയി? അയ്യോ ഏട്ടനെങ്ങും പോയിട്ടില്ലേ, ഇവിടെ ഉണ്ട്. ഏട്ടാ, പ്രവീണേട്ടാ. ശരത്തെ ഇരിക്കി, മായ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഇരിക്കി, ഇരി ശരത്തെ. അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ? എപ്പോഴാണ് ഒളിച്ചോടുന്നത്? കമ്പനിക്ക് വേണമെങ്കിൽ ഞാനും വരാം. കാരണം അവൾക്ക് എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റൂലേ. അപ്പൊ ഞാൻ അല്ല, പിള്ളേരെ കൊണ്ടുപോകുന്നുണ്ടോ അതോ മായ മാത്രം മതിയോ? കൊണ്ടു ഞാൻ അങ്ങോട്ട് ഇരിക്കട അവിടെ. നീ ഡിവോഴ്സ് ആയതിന് കാരണം എന്നെ പോലെ ഒരാളെ കിട്ടാത്തതുകൊണ്ടല്ലേ? അല്ല നിന്റെ അവിഹിതം നിന്റെ ഭാര്യ പിടിച്ചതുകൊണ്ടല്ലേ? അവിഹിതോ? ആൾക്കാരെ പറഞ്ഞു. ശരത്തെ, ഇതൊക്കെ ഞങ്ങൾ പണ്ടേ അറിഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ പണ്ട് നിന്നെപ്പോലൊരുത്തനെ പ്രേമിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതിലെനിക്കിപ്പോൾ നാണക്കേടുണ്ട്. എടേ, ഇതൊക്കെ ഇവന്മാരെ പോലുള്ളവന്മാരെ ഉടായ്പല്ലേ തെണ്ടി. റീയൂണിയന് മാനവും മര്യാദയ്ക്കും അറ്റു വരുന്ന പെൺപിള്ളേരെ പഴയ പ്രേമത്തിന്റെ പേരിൽ പറ്റിക്കും. എന്നിട്ട് ആദ്യം ഫ്രണ്ട്ഷിപ്പായി, പിന്നെ പ്രേമം, പിന്നെ ഒളിച്ചോട്ടം. അല്ലടാ? സോറി ഏട്ടാ, ഇനി ആവർത്തിക്കില്ല.